ഇലക്ഷൻ്റെ സമയത്ത് സാധാരണഗതി പണം ഇങ്ങനെ ഒഴുകാറുണ്ട്. പണം പലപ്പോഴും ഹെലികോപ്റ്ററിനകത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഈ റോഡ് മാർഗമുള്ള വണ്ടിയിലൂടെ കൊണ്ടുവരും, ട്രെയിനിൽ കൊണ്ടുവരും. ട്രെയിനിൽ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതാണ്ട് 4 കോടി രൂപ എങ്ങാണ്ട് ട്രെയിനിൽ കൊണ്ടുവന്നു, അത് പിടിച്ചു. ഈ രീതിയിൽ ഈ പണമെല്ലാം ഇങ്ങനെ കൊണ്ടുപോകും. ഇലക്ഷന് കൊണ്ട് ഓരോരുത്തർക്ക് കൊടുത്ത് വോട്ട് വാങ്ങാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമുക്കതിന് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അതിനാണല്ലോ ഈ ഇലക്ട്രൽ ബോണ്ട് വഴിയൊക്കെ ഉള്ള പണം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ വിതരണം ചെയ്യാനുള്ള പണമാണ് കുറേ. ബാക്കിയുള്ളതൊക്കെ അവരുടെ സ്വന്തം പോക്കറ്റിൽ പോകും. പിന്നെ ബാക്കി തിന്നു കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ അവശിഷ്ടങ്ങളാണ് ഈ കോടികളെന്നൊക്കെ പറയുന്നത്. ഈ 10 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഉള്ളതല്ല. ഈ രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ അവർ തന്നെ ആളിനെ നിർത്തി പിടിച്ചുപറിച്ചുകൊണ്ട് പോകും, നാടകം നടത്തി. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഈ നാടകത്തിനൊക്കെ ഈ പണം വേണം. അതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇതൊന്നും സമ്മതിക്കില്ല. നിവൃത്തി ഉണ്ടെങ്കിൽ ഇത് പിടിച്ചെടുക്കാനായിട്ട് നിൽക്കും. അത് നല്ലതാണ്. കാരണം എന്തെന്നറിയൂ, ഇലക്ഷന് അത്രയും പണം കൂടെ അതിലൊഴുകുന്നില്ലല്ലോ. ഇത് പിടിച്ചെടുത്ത് വെച്ചാൽ വളരെ നല്ല കാര്യമാണ്. ഏതെങ്കിലും കാരണവശാൽ അത് ഈ കൊണ്ടുപോകുന്ന പണത്തിന് എന്തെങ്കിലും കണക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല. കണക്കില്ലാത്തതാണെങ്കിൽ അത് പിടിച്ചെടുക്കണം. അപ്പോൾ ഇത് പണം മാത്രമല്ല, ഇപ്പോൾ സ്വർണവും പിടിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ടും യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. കാരണം പെട്ടിയൊക്കെ പരിശോധിച്ചിട്ട് വഴി വെച്ച് അത് പിടിച്ചെടുത്ത് ഈ സ്വർണ്ണം വല്ലവനും കൊടുക്കാൻ. ഇന്നത്തെ കാലത്ത് സ്വർണ്ണം ആർക്കും കൊണ്ട് കൊടുക്കത്തില്ല. കാരണം സ്വർണത്തിന് അതുപോലെ പൊള്ളുന്ന വിലയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 53,000 രൂപയ്ക്ക് മേളിൽ ആണ് വില. ദിവസം തോറും വില കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വർണം ആർക്കും കൊണ്ട് കൊടുക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പണം ഇതേപോലെ നിവൃത്തി ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ വിതരണം ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം അത് വഴിയിലൊക്കെ ഇവർ നിന്ന് സ്ക്വാഡ് ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്ക്വാഡുകൾ വഴി നിന്ന് വാഹനങ്ങളൊക്കെ തടഞ്ഞ് പരിശോധിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇതുവരെ പിടിച്ചെടുത്തേക്കുന്നത് 53 കോടി രൂപയുടെ പണവും സ്വർണമായിട്ടൊക്കെ പിടിച്ചു. ആരുടെ നിന്നൊക്കെയാണെന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടെ. ചുമ്മാ റോഡേ പോകുന്നവൻ്റെ എല്ലാം പിടിച്ചെടുക്കും ഇത്. കാരണം പിന്നെ അവൻ തെളിവും കൊണ്ട് നടക്കണം. ഇതുപോലെ എൻ്റെ പണം ഇന്നതാണ്, മറ്റേത് ഞാൻ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് വന്നതാണ് എന്നൊക്കെ തെളിവ് കൊടുക്കുകയൊക്കെ വേണം. അത് എത്ര രൂപ വരെ കൊണ്ടു നടക്കാമെന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ റോഡേ നടക്കാൻ യാത്ര ചെയ്യാൻ പേടിയാണ്. കാരണം വണ്ടി എപ്പോൾ തടഞ്ഞു വെച്ചാലും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എങ്ങനെയായാലും 10,000 25,000 രൂപയൊക്കെ കാണും യാത്ര ചെയ്യുമ്പോൾ. ഇനി അത് ഇലക്ഷന് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നോക്കും? ഏതായാലും ഞാൻ എൻ്റെ പണമൊന്നും ഒരുത്തനും കൊടുക്കത്തില്ല. ഒരുത്തനും കൊടുക്കുന്ന പ്രശ്നമില്ല. വോട്ട് വാങ്ങേണ്ട കാര്യവും എനിക്കില്ല. അതുപോലെ എൻ്റെ സ്വന്തക്കാരും മത്സരിക്കാനുമില്ല. എന്നാൽ റോഡ് ഇറങ്ങി നടക്കാൻ ഇപ്പോൾ ഭയമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ നിന്ന് മൊത്തം പിടിച്ചേക്കുന്നത് 4,650 കോടി രൂപയാണ് ഇതുവരെ പിടിച്ചു വെച്ചേക്കുന്നത്. റെക്കോർഡാണ്. അവിടെയൊക്കെ ഒരുപാട് നടക്കും ഇത്. അവിടെ ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ പണമുണ്ട്. ഇപ്പം കേരളത്തിൽ എന്നൊക്കെ പറയുന്നത് ചെറിയ ഇതേ ഉള്ളൂ. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഉള്ള കരുവന്നൂർ ബാങ്കും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തും അതിൽ നിന്നുമൊക്കെ ഉള്ള പണവും പിന്നെ ഇതേപോലെ CMRൻ്റെ പണവും ഇങ്ങനെയൊക്കെയുള്ള പണങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വലിയ അഴിമതിക്ക് സ്കോപ്പില്ല. അത് വാങ്ങിയെടുത്തേക്കുന്നവരാരും കൊടുക്കാൻ ഉദ്ദേശിച്ച് വാങ്ങിയതുമല്ല. അത് കാരണം അതിനൊന്നും വലിയ സ്കോപ്പില്ലാത്തത് കൊണ്ട് ഇവിടെ അതില്ല. പക്ഷെ പരിശോധിച്ച് വരുമ്പോൾ എന്താ കാണുന്നതെന്നറിയാമോ? ശ്രീ രാഹുൽ ഗാന്ധി വന്ന ഹെലികോപ്റ്റർ അതും പരിശോധനയ്ക്ക് വിധേയമായി. അതിൻ്റെ സീറ്റ് അടിയെല്ലാം ഇളക്കി പരിശോധിച്ച് നോക്കി കേട്ടോ. ഒന്നും കിട്ടിയില്ല. വലിയ ഗുണമായി. കാരണം ഈ രാഹുൽ ഗാന്ധി ഏതെങ്കിലും വിധത്തിൽ ഇനി രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരുപാട് കാര്യത്തിൽ നോക്കി. അയാൾ ഇലക്ഷൻ മത്സരിപ്പിക്കാതിരിക്കാനുള്ള പണി ആവുന്നത് നോക്കി. കാരണം അയാളെ കൊണ്ട് ഒരു ശിക്ഷ ഒളിപ്പിച്ചേക്കുന്ന നമ്മൾ കണ്ടതാണ്. ഒരു മജിസ്ട്രേറ്റ് ശിക്ഷിച്ചാണ് കേട്ടോ. ഒരു കേസിനകത്ത്, ഒരു ഡിഫമേഷൻ കേസിനകത്ത് ശിക്ഷിച്ച ശിക്ഷയാണ് നമ്മൾ കണ്ടത്. ആ രീതിയിൽ അയാളെ കൊണ്ട്, ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ട് അത് ജയിപ്പിച്ചു നോക്കി. പക്ഷേ രക്ഷയില്ലാതെ വന്ന അവസാനം സുപ്രീം കോടതി പോയി രക്ഷപ്പെട്ട് വന്ന് ഇലക്ഷനൊക്കെ മത്സരിക്കാൻ കുഴപ്പമില്ല. അതൊക്കെ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് രക്ഷ പിടിച്ച് നിൽക്കാം. ജുഡീഷ്യറിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് അതൊക്കെ യഥാർത്ഥത്തിൽ. ആ രീതിയിലേക്ക് പോയി. അപ്പോൾ അത് ഹൈക്കോടതി ചെന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടാകുമോ? എന്തോ ഈ ഹൈക്കോടതിയൊക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അവസാനം സുപ്രീം കോടതി വേണ്ടി വന്നു അയാളെ രക്ഷപ്പെടുത്തി വിടാൻ. ഏതായാലും അയാൾക്ക് അതുകൊണ്ട് മത്സരിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ അയാൾക്ക് മത്സരിക്കാൻ ഒക്കത്തില്ല. 6 വർഷത്തേക്ക് മത്സരിക്കാൻ ഒക്കത്തില്ല. ഇലക്ഷന് ഡിസ്ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഏതായാലും മത്സരിക്കാൻ പറ്റി. അപ്പം ഇനി നോക്കുന്നത് എന്താണെന്നറിയോ? ഇയാളെ എങ്ങനെ ഉപദ്രവിക്കാൻ നോക്കും. അത് ഈ കൊലപ്പെടുത്താൻ നോക്കും. അത് പക്ഷേ രക്ഷയില്ല. കാരണം അത് ഇന്ത്യ ജനങ്ങളളവ് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് അത് അങ്ങ് മാറ്റും. പിന്നെ ഇതുപോലെ ഏതെങ്കിലും വല്ല കള്ളപ്പണം പിടുത്തോ അയാൾ അവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നു, ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നു, അയാൾ സ്വിസ് ബാങ്കിനകത്ത് ഇത്രയും കൊണ്ടിട്ടേക്കുന്നു, അത് എടുക്കാൻ വയ്യാതെ കിടക്കുകയാണ്. അതൊക്കെ അതിൽ നിന്നൊക്കെ പിടിച്ചാണല്ലോ നമുക്ക് 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞേ. ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും
അങ്ങനെ തരുമെന്ന് പറഞ്ഞ ഇതൊക്കെ ഉദ്ദേശമായിരിക്കും. ഏതായാലും അയാളുടെ കയ്യിലൊന്നുമില്ല പിടിക്കാൻ. അയാളെ ഹെലികോപ്റ്റർ പരിശോധിച്ചു. ആട് കിടന്നിടത്തൊരു പൂടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ അവിടെ ഒന്നും കിട്ടിയില്ല, ഒന്നും കണ്ടില്ല. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവ്, അയാൾ പ്രതിപക്ഷത്തെ ഒരു ഏറ്റവും വലിയ നേതാവല്ലേ, അയാളെ ആക്ഷേപിക്കുന്നതിനും അവമാനിക്കുന്നതിനും തുല്യമല്ലേ? ശ്രീ നരേന്ദ്രമോദി യാത്ര ചെയ്യുന്ന ഹെലികോപ്റ്റർ ഇതുപോലെ പരിശോധിക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? പരിശോധിക്കാൻ പറ്റുമോ? കേന്ദ്രമന്ത്രിമാർ യാത്ര ചെയ്യുന്നതും BJP നേതാക്കൾ യാത്ര ചെയ്യുന്നതും ആയിട്ടുള്ള ഫ്ലൈറ്റുകളൊക്കെ അതുപോലെ ഈ ഹെലികോപ്റ്ററുകളൊക്കെ ഉണ്ടല്ലോ, ഇതാരെങ്കിലും പരിശോധിക്കുമോ? ഈ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് അനാവശ്യം കാണിക്കേണ്ട കാര്യം എന്താണ്? വൃത്തികേടല്ലേ ഒരു നേതാവിനോട് കാണിക്കുന്നത്? ഏറ്റവും വലിയ അപമാനിക്കലല്ലേ ഇതൊക്കെ? അയാൾ വിനീത വിധേയനായിട്ട് മാറിയെന്നു, ഇതെല്ലാം പരിശോധിച്ചു. സൂക്ഷിക്കണം രാഹുൽ ഗാന്ധി. കാര്യം ഇനി എപ്പോഴാണ് അയാളുടെ തലയുടെ അടിയിൽ പണം കൊണ്ടുവച്ചിട്ട് അത് പിടിച്ചു കണ്ടോ, രാഹുൽ ഗാന്ധിയുടെ തലയുടെ അടിയിൽ നിന്ന് ഇത്രയും പിടിച്ചു, സ്വർണം പിടിച്ചു, അല്ലെങ്കിൽ പണം പിടിച്ചു എന്ന് വരും. കാരണം ഇവർക്ക് പണം ഇഷ്ടം പോലെ കയ്യിലുണ്ട് കൊണ്ടുവെക്കാൻ. അതുകൊണ്ട് അദ്ദേഹം സൂക്ഷിക്കേണ്ടത് നല്ലതാണ്.